ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജാമ്യം കിട്ടിയ എൻ വാസു ജയിലിൽ നിന്ന് പുറത്തിറങ്ങി. അതിലേക്കാണ് റിമാൻഡിലായി 93 ദിവസങ്ങൾക്ക് ശേഷമാണ് എൻ വാസു ജയിലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും മുരാരി ബാബുവിനും ശ്രീകുമാറിനും എല്ലാം പുറകെ ഇപ്പോൾ ജയിൽ മോചിതനാകുന്ന 5ാം പ്രതിയാണ് എൻ വാസു. രജീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ. രജീഷ്, മുൻപ് സൂചിപ്പിച്ച പോലെ സ്വർണ്ണക്കൊള്ളയിൽ പുറത്തേക്ക് ഇറങ്ങുന്ന 5ാം പ്രതി, സ്വാഭാവിക ജാമ്യം തന്നെയാണ് എൻ വാസുവിന് ലഭിച്ചിരിക്കുന്നത്. എന്തെല്ലാം ഉപാധികളോടെയാണ് ഇപ്പോൾ ജാമ്യമുള്ളത്? മറ്റു 4 പ്രതികളുടെ അതേ ഉപാധികൾ തന്നെയാണോ വാസുവിനും? അല്പസമയം മുമ്പാണ് ശബരിമല സ്വർണ്ണക്കേസിലെ പ്രതിയായ എൻ വാസു ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഏകദേശം 6:45 കൂടി തന്നെയായിരുന്നു ഈ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട പകർപ്പ് ജയിലിലേക്ക് എത്തിച്ചത്. അതിനുശേഷം ഏകദേശം 1 മണിക്കൂറിന് ശേഷമാണ് എൻ വാസു പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. കൃത്യമായി നേരത്തെ ഉണ്ടായിരുന്നവർക്ക് ഉള്ള അതേ ഉപാധികളോടെ തന്നെയാണ് എൻ വാസുവിനെയും ജാമ്യം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. 93 ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ എൻ വാസു ജയിലിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഏറ്റവും പ്രധാനമായും പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രവേശിക്കരുത്, ഒപ്പം തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ എപ്പോൾ ആവശ്യപ്പെട്ടാലും ഹാജരാകാൻ തയ്യാറാകണം, പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അത് ഹാജരാക്കണം തുടങ്ങിയ കൃത്യമായ ഉപാധികളോടെ തന്നെയാണ് എൻ വാസുവിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കേസിൽ ഉപാധികളോടെ ജാമ്യം ലഭിക്കുന്ന 5ാമത്തെ വ്യക്തിയാണ് എൻ വാസു. നേരത്തെ തന്നെ മുരാരി ബാബു, ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർക്ക് നേരത്തെ തന്നെ ഈ 90 ദിവസത്തിന് ശേഷം സ്വാഭാവിക ജാമ്യം ലഭിച്ചിരുന്നു. ഇപ്പോൾ എൻ വാസുവിനും ഇന്ന് സ്വാഭാവിക ജാമ്യം ലഭിച്ചു. അല്പസമയം മുമ്പാണ് അദ്ദേഹം ഇപ്പോൾ ജയിലിൽ നിന്നും പുറത്തേക്ക് വന്നിരിക്കുന്നത്. ശരി, രജീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.